അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിദിനം പ്രമാണിച്ച് എല്ലാ വർഷവും എൻ്റെ നാട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് സ്വലാത്ത് വാർഷികം. സ്വലാത്ത് വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന അന്നദാനം. അന്നദാനം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക തരത്തിൽ എൻ്റെ നാട്ടിലേക്ക്, ഞങ്ങളെ കോഴിക്കോട് ഭാഗത്ത്, എൻ്റെ നാടെന്ന് പറയുമ്പോൾ പുള്ളാവൂർ, ചാത്തമംഗലം പഞ്ചായത്തിലെ പുള്ളാവൂർ എന്ന പ്രദേശമാണ്. ഞങ്ങളാ ഭാഗത്തേക്കൊക്കെ കൂടുതലും ഈ ഒരു മഞ്ഞച്ചോറും ഇറച്ചിക്കറിയുമാണ്. ഓരോ ഭാഗത്ത് ഓരോ തരത്തിലാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. മലപ്പുറം ഭാഗത്തേക്കൊക്കെ ആകുമ്പോൾ തേങ്ങാച്ചോറായി മാറും. ഏതായാലും ഞങ്ങളെ ഈ മഞ്ഞച്ചോറും ഇറച്ചിക്കറി എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ തന്നെ. പക്ഷേ വർഷങ്ങളായിട്ട് ഞാനൊക്കെ ഇത് വാട്സപ്പിലൂടെ വീഡിയോ ഇങ്ങനെ കണ്ട് കൊതിച്ച് നിൽക്കാന്നല്ലാതെ ഇതിൽ പങ്കെടുക്കാൻ കഴിയാറില്ല. ഇതിന്റെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ തുടങ്ങും കേട്ടോ. കാരണം ഒരു 10-500 വീടുകളുള്ള ഒരു മഹലാണ്. ആ മഹലിലുള്ള മുഴുവൻ വീടുകളിലേക്കും ഈ ഒരു ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ്. ഒരു നേർച്ചന്റെ ഭക്ഷണം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അത് വാങ്ങി കഴിക്കലുണ്ട്. മാത്രമല്ല അന്നത്തെ ദിവസം അവിടെ വരുന്ന മറ്റുള്ള മഹലിലുള്ള ആളുകളാണെങ്കിലും നമ്മുടെ സഹോദര മതത്തിലെ ആളുകളാണെങ്കിലും മാക്സിമം എല്ലാവർക്കും കൊടുക്കാൻ ഇത് ശ്രദ്ധിക്കാറുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്, തലേ ദിവസം വന്നിട്ട് അതിന്റെ വേണ്ട ഒരുക്കങ്ങൾക്കെല്ലാം കൂടിയിട്ട് അതിലൊരു രാഷ്ട്രീയോ അല്ലെങ്കിൽ സംഘടനാ ഭേദമൊന്നുമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് അന്ന് തലേന്ന് രാത്രി മുതൽ ഒരുങ്ങുന്ന കാഴ്ചകളാണ്. നാട്ടിലെ ഒരു ആഘോഷം പോലെ തന്നെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഇതൊക്കെ കാണുകയും ചെയ്യുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ആദ്യ കാലങ്ങളിലൊക്കെ മൗലിദ് മാസമായി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും മൗലിദും അതോടനുബന്ധിച്ചുണ്ടാകുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മഞ്ഞച്ചോറും വെട്ടുകറി എന്നാ പറയല്. അതില് പച്ചക്കറി, എല്ലാ പച്ചക്കറിയും ഇട്ടിട്ട് നല്ല ബീഫ് ഇട്ടിട്ട് ആ കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റാണ്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ നേതൃത്വം നൽകുന്നത് കുറെ വർഷങ്ങളായിട്ട് നാട്ടില് പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ നല്ലൊരു പാചകക്കാരനായിട്ടുള്ള നമ്മുടെ നെല്ലിക്കോട്ടെ ഉമ്മറുട്ടിക്കായാണ്. ഉമ്മറുട്ടിക്കായന്റെ നേതൃത്വത്തിൽ ഒരുപാട് യുവാക്കളും കാരണവന്മാരും ഉസ്താക്കന്മാരും എല്ലാവരും കൂടിയിട്ട് രാവിലെ 6 മണിയാകുമ്പോഴേക്ക് ഇത് പാകം ചെയ്തിട്ട് ഇത് വിതരണം ചെയ്യാൻ തുടങ്ങും. ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ മന്തി പോലെയോ ബിരിയാണി പോലെയോ നെയ്ച്ചോറ് പോലെയോ ഒന്നുമല്ല. ഈ മഞ്ഞച്ചോറും ആ വെട്ടുകറിയും അതിങ്ങോട്ട് കഴിക്കുമ്പോൾ അത് വല്ലാത്തൊരു ടേസ്റ്റാണ്. അതിന് നേർച്ചച്ചോറ് എന്നുള്ള നിലക്ക് തന്നെ എല്ലാവരും വളരെ ബഹുമാനത്തോട് കൂടിയിട്ടും അച്ചടക്കത്തോട് കൂടിയിട്ടുമാണ് ഇതെല്ലാം കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാറുള്ളത്. ഭക്ഷണ വിതരണം എല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി നല്ലൊരു ദുആ മജ്ലിസോട് കൂടിയിട്ടാണ് ഈ ഒരു സ്വലാത്ത് വാർഷികം പൂർത്തിയാകുന്നത്. ഈ പ്രാവശ്യം നമ്മുടെ നാട്ടിൽ ഇതിന് നേതൃത്വം കൊടുത്തത് വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള PTA റഹ്മാനായിരുന്നു. അതുപോലെ തന്നെ സെക്രട്ടറി, പ്രസിഡന്റ് പോലത്തെ എല്ലാവരും, നാട്ടിലെ എല്ലാ കാരണവന്മാരും ഒത്തൊരുമിച്ച് ഐക്യത്തോടു കൂടി നടത്തുന്ന ഈ ഒരു പരിപാടി നാട്ടുകാരും പ്രവാസികളുമായിട്ടുള്ള എല്ലാവരും നല്ല സഹകരണത്തോടു കൂടിയാണ് ഇത് നടത്തിപ്പോരുന്നത്. നാട്ടിലെ മുതിർന്ന കാരണവരായിട്ടുള്ള ചെറിയാജിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണ വിതരണം ആരംഭിക്കുക. കൂടെ നമ്മുടെ എല്ലാവരുടെയും ഉസ്താദായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള മേലച്ചാലി ഉസ്താദും, മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ യുവാക്കളൊക്കെ തന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശേഷിപ്പുകളൊക്കെ വൃത്തിയാക്കി, അതിന്റെ മുറ്റം ഒക്കെ അടിച്ച് വൃത്തിയാക്കി എല്ലാവരും പിരിഞ്ഞു പോകാറുണ്ട്. ഏതായാലും ഇതിനൊക്കെ പങ്കെടുത്ത് ഇതിനൊക്കെ മുന്നിൽ നിന്ന് നയിച്ച നമ്മുടെ ഉസ്താദുമാർക്കും മറ്റുള്ള എല്ലാവർക്കും പടച്ചവന് തക്കതായ പ്രതിഫലം നൽകട്ടെ. ഇതുപോലെ ഐക്യത്തോടു കൂടി മുമ്പോട്ട് പോകാൻ, നാട്ടിൽ സൗഹാർദ്ദ അന്തരീക്ഷത്തോടു കൂടി മുമ്പോട്ട് പോകാൻ പടച്ചവന് സാധിപ്പിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.